ആദ്യം കിരൺ സാർ എന്റെ ക്രഷ് ആയിരുന്നു. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്വപ്നത്തിലെ രാജകുമാരൻ പോലെ. പക്ഷെ പിന്നെ എനിക്ക് തോന്നി കിരൺ സാറിന്റെയും ചേച്ചിയുടെയും ജോഡിയാ സൂപ്പർ എന്ന്. അതുകൊണ്ട് ഞാനങ്ങ് വഴി മാറി. ഒരു മിനിറ്റ്, ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാ? എനിവേസ്, എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ നിന്നോട്. നീ ലോകത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, പ്ലീസ് ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യ്. പൃഥ്വി ഒന്ന് ചൂസ് ചെയ്യുവോ? അപ്പൊ നമ്മുടെ എല്ലാവരുടെ ലൈഫും സോർട്ട് ഔട്ട് ആവും. വാട്ട് നോൺസെൻസ്, നിനക്ക് വട്ടാണോ? അയ്യോ നോൺസെൻസ് അല്ല, ഐ എം ടോക്കിംഗ് ഇൻ റിയൽ സെൻസ്. രോഹിത് സാറിന്റെ കല്യാണവും മുടങ്ങുമല്ലോ നിന്റെ കൂടെ ഉള്ള. നിന്റെ ഈ ഡ്രസ് ഉണ്ടല്ലോ, ഇറ്റ്സ് ഓസം. പക്ഷെ നിനക്ക് സൂട്ട് ചെയ്യുന്നില്ല. എന്താന്നോ, റോയൽ ബ്ലൂ ആ, നല്ല കളറാ. നീ ഭയങ്കര നെഗറ്റീവ് അല്ലേ, അതുകൊണ്ട് നീ ഇഷ്ടപ്പെടേണ്ടത് നിനക്ക് സ്യൂട്ട് ചെയ്യുന്ന കളേഴ്സാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, ഈ ഡ്രസ് പെട്ടെന്ന് മാറ്റിക്കോ, കൂടെ നിന്റെ ഫിയാൻസിയെ മാറ്റിക്കോ. ഓൾ ദി ബെസ്റ്റ്. വല്ലാതെ വായിട്ടലയ്ക്കുന്നു നീ സൃഷ്ടി. ഒരു കുഴപ്പമില്ല, ഞാനും പുന്നും ഓരോ ഇൻസൾട്ടിനും പ്രതികാരം ചെയ്തിരിക്കും. അത് നിന്നോട് മാത്രമല്ല, നിന്റെ ചേച്ചി പ്രീതയോടും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് സൃഷ്ടി അറക്കൽ. ജസ്റ്റ് വെയിറ്റ്. കിരണിനെ എവിടെയും കാണുന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി? ഹായ്. ഹായ്. How are you? ഈ പ്രീത ഇത് എവിടെയാ? വന്നു കാണുമല്ലോ. എവിടെയാ എന്റെ പ്രീത? നീ എത്ര സുന്ദരിയായിരിക്കുന്നു, എന്തൊരു ഭംഗിയാ. ഇവള് ചിരിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന ഈ തണുപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ചന്ദ്രൻ തിളങ്ങുന്ന പോലെ. ഓഫ് കോഴ്സ്, കിരൺ നമ്പ്യാരെ തന്നെ. ഞാനല്ലേ ഇതുവരെ ഇവിടെ ഇല്ലാണ്ടിരുന്നത്. അപ്പോ എന്നെ തന്നെയാ ഇവള് തിരയുന്നത്. നിന്നിങ്ങനെ കളിപ്പിക്കുമ്പോ എന്ത് രസമാണെന്നോടി. ശരിക്കും കണ്ടോ? സമീർ, ആ പ്രീത, എക്സ്ക്യൂസ് മീ. എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് ഇന്ന് കാണാൻ. താങ്ക് യു. അത് പിന്നെ ഞാൻ ചോദിക്കാൻ വന്നത്, കിരൺ എവിടെയും കാണുന്നില്ലല്ലോ. ഓ യെസ്, പ്രീത അറക്കൽ കിരൺ നമ്പ്യാരെ തന്നെയാ തിരയുന്നത്. അത് ശരി, കിരൺ ചേട്ടനോ? അത് പിന്നെ കുറെ നേരമായിട്ട് കാണുന്നില്ല. എനിത്തിങ് അർജന്റ്? നോ, വെറുതെ ചോദിച്ചതാ. ഷുവറല്ലേ? യാ. ആ ശരി, എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. ഓക്കെ, ബൈ. ചിലപ്പോ ഏതെങ്കിലും ഗേൾ ഫ്രണ്ടിനെ കാണാൻ പുറത്തു പോയെങ്കിലോ? ഇവിടെ ഇത്രയും പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഇവരെ അടുത്തൊന്നും കണ്ടില്ലല്ലോ അവനെ.
ആ അവനീ മെഹന്തി പാർട്ടിയൊക്കെ എന്താ ഇതിലൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. കുറച്ചു നേരം നിന്നിട്ട് ബോറടിച്ചപ്പം പോയി കാണും. അവൻ ഏതെങ്കിലും ഒരു ഹോട്ട് ആൻഡ് ഹാപ്പനിങ് പാർട്ടിക്ക്. ഐ എം സോറി. നീ എന്നെ അന്വേഷിക്കായിരുന്നോടി? ഞാൻ നിന്നെ എന്തിനാ അന്വേഷിക്കുന്നേ? നീ എന്നെ തന്നെ അന്വേഷിച്ചോണ്ടിരുന്നേ ലായർ. എടത്തി ഒന്ന് വരൂന്നേ, വരൂ. ചേച്ചി അവിടെ നിന്ന് പറയാൻ കഴിയാത്ത എന്ത് കാര്യം ഇപ്പൊ ഉണ്ടായത്? പെട്ടെന്ന് ഇവിടേക്ക് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചത് എന്തിനാ? എല്ലാ കാര്യം ഓക്കെ അല്ലേ? എടത്തി, സഞ്ജന എന്നെ ആ ഹെവി ജുവലറി എല്ലാം കാണിച്ചു തന്നു. അവര് നമ്മുടെ ഫാമിലിക്ക് ഇന്ന് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ജുവലറീസ് ആണോ? ഐ മീൻ ടു സേ ഇന്നത്തെ ഒക്കേഷന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ്. അപ്പോ ഞങ്ങൾ ഷേളിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയാൻ ചേച്ചിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയല്ലേ? അല്ല എടത്തി, ആ ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ കണ്ടതല്ലേ. അപ്പോ പിന്നെ എടത്തി, ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്നോ, ആ ഹെവി ജുവലറി ഹൽദി ഫംഗ്ഷന് വേണ്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയില്ലേ, അതെവിടെയാ? പക്ഷേ അതിന്റെ ആവശ്യം എന്താ ചേച്ചി? ആവശ്യമുണ്ട് എടത്തി. സഞ്ജന ഇന്ന് നമ്മുടെ ഫാമിലിക്ക് തരുന്ന ഗിഫ്റ്റ്സിൽ മുഴുവന് ഹെവി ജുവലറി ആണ്. നമ്മളാണെങ്കിൽ ഇന്ന് ഈ ഫംഗ്ഷനിൽ ഒരു ഹെവി ജുവലറി ഇട്ടിട്ടുമില്ല. ഷേളിന്റെ അമ്മായി ഇന്ന് അത് പറഞ്ഞ് നമ്മളെ കളിയാക്കിയത് കേട്ടില്ലേ? അവരുടെ മുന്നിൽ അത്ര നാണക്കേടേണ്ടി വന്നു നമുക്ക്. അതുകൊണ്ട് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ നമ്മളും പ്രസന്റ് ചെയ്യണമെന്നാ. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമ്മുടെ സ്റ്റേറ്റസ് ഉയർന്നു നിൽക്കണം. എനിക്കിനി അവളുടെ അമ്മായിയുടെ വായിന്നൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല. പറഞ്ഞത് വളരെ ശരിയാ ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ കുറച്ച് ഹെവി ജുവലറിയുടെ സെറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാം. മതി, ഇത്ര ഞാനും ആഗ്രഹിച്ചോളൂ. വരൂ, പോയി ആ ജുവലറി എടുത്തിട്ട് വരാം നമുക്ക്. ചേച്ചി, അത് നമ്മുടെ വീട്ടിലില്ല. എങ്ങനെയാ അതൊക്കെ വിശ്വസിച്ച് വീട്ടിൽ വെക്കുക? റിസ്ക് അല്ലേ അതൊക്കെ? ഓ മൈ ഗോഡ്, ഇനിയിപ്പോ ചേച്ചി, ഞാൻ ആ ജുവലറി ബാങ്കിന്റെ ലോക്കറിൽ വെച്ചിരിക്കുക. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. അതൊരു പ്രൈവറ്റ് ലോക്കറാ. ഇവിടുന്ന് അധികം ദൂരവും ഇല്ല. നമ്മൾ അവിടെ പോയി തിരിച്ചിവിടെ വരുന്നത് വരെ ആരും ഒന്നും അറിയില്ല. മൈലാഞ്ചി ഇടുന്ന ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പേ നമുക്ക് തിരിച്ചെത്താം. ദാറ്റ്സ് ഗ്രേറ്റ്. വേഗം പോയി ഓർണമെന്റ്സ് എടുത്തിട്ട് നമുക്ക് തിരികെ വരാം. ഒരു ഡാൻസ് പോലും മിസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. വാ ചേച്ചി. പ്രീത, സോറി ഏട്ടാ. എടി പ്രീത, നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ എന്തൊരു നുണയാടി പറയുന്നേ? ഐ മീൻ, ഒരു ലിമിറ്റും ഇല്ലാണ്ട്. ഒരു കാര്യം അറിയോ, നുണ പറയുന്ന വല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നീ ആയിരിക്കും ടോപ്പ് ആവുന്നേ. ടോപ്പ്. അതെ, ഇറിറ്റേറ്റ് ചെയ്യുന്ന വല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നീ അതിൽ ടോപ്പ് ആവും. ടോപ്പ്. അറിയില്ല എന്താ നീ എപ്പോഴും ഒരു കുരുത്തം കെട്ട കുട്ടിയെ പോലെ ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നേന്ന്. അതെന്താന്നോ മോളെ, കുട്ടികളുടെ ലൈഫ് എത്ര എക്സൈറ്റിംഗ് ആണെന്നോ. ഐ മീൻ, എപ്പോ എനിക്ക് തോന്നുന്നു അപ്പൊ കുറുമ്പ് കാണിക്കാലോ. പക്ഷേ നീ നിന്നെ ആരെന്നാ വിചാരിക്കുന്നേ? ഏത് നേരവും നുണ പറഞ്ഞോണ്ടിരിക്കും. ഇതിലെന്താ ഇപ്പൊ നുണ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ നിന്നെ സ്റ്റഡി ചെയ്യുമായിരുന്നു. നിന്റെ തലയിലുണ്ടല്ലോ പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. അത് അവിടെ ഇവിടെ ഒളിച്ചും പാത്ത് നടക്കുവാണ്. പിന്നെ ആ നല്ല കിരൺ നമ്പ്യാരുണ്ടല്ലോ, എപ്പോഴും എവിടെയും ഒളിച്ചിരിക്കും. പിന്നെ ആ വൃത്തികെട്ട ഇറിറ്റേറ്റ് ചെയ്യുന്ന കിരൺ ഉണ്ടല്ലോ, എപ്പോഴും മുന്നിൽ വന്ന് നിൽക്കും. ഓഹോ, അതായത് നീ ഇപ്പൊ എന്നെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നോട്ട് ബാഡ് പ്രീത ആർക്കൽ. ഞാൻ മനുഷ്യനാടി, അല്ലാണ്ട് പൃഥ്വി പോലെ ചെകുത്താനൊന്നുമല്ല. മതി, ഒരുപാടായി. നീ ഒന്നും പറയണ്ട, എന്നെ വെറുതെ ഒന്ന് വിട്. ഇന്നത്തേക്കുള്ള തോന്നിയാസോ ഓവർഡോസായി. നീ എന്താടി വൃത്തിയായിട്ടുള്ള ഇങ്ങനെ? ഞാൻ നിന്റെ അടുത്തിലാണ്ടിരുന്നപ്പം ഇവിടെ മുഴുവൻ എന്നെ അന്വേഷിച്ച് നടന്നു. നീ ഇപ്പൊ മുന്നിൽ വന്നപ്പോ പോവാൻ പറയാ. നീ ഉണ്ടല്ലോ, നിന്റെ മെന്റൽ ലെവൽ ഒന്ന് പരിശോധിക്കുന്ന നല്ലത്. അതിനർത്ഥം നിനക്കറിയായിരുന്നു ഞാൻ നിന്നെ തിരികെയായിരുന്നെന്ന്. എന്നിട്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന് എന്നെ കളിപ്പിക്കുമായിരുന്നല്ലേ? ഒളിച്ചിരിക്കേണ്ടി വരുന്നല്ലേടി? അല്ലെങ്കിൽ നീ വാ തോരാണ്ട് ഓരോന്ന് ബ്ലാ 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 എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. നീ ഒന്ന് പോയടി. ഞാൻ എന്റെ അച്ഛൻ പറഞ്ഞ പോലും കേൾക്കാറില്ല. പിന്നെ ഞാനുലായി നീ വന്ന് പറഞ്ഞ കേൾക്കാൻ പോകുന്നേ. ശരി ശരി, നിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞല്ലേ, സോറി. വാവ്, മനസ്സിന് എന്താ ഒരു സുഖം മോളെ. നീ ഒരു കാര്യം ചെയ്യണേ, എപ്പോ എന്ത് തെറ്റ് ചെയ്താലും നീ ഒരു കാർഡ് എനിക്ക് തന്നേക്ക്. അതില് സോറി എന്ന് എഴുതി വെക്കണം. പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ ഒരുപാട് കാർഡുകൾ ഉണ്ടാവും. വാവ് പ്രീത ആർക്കൽ, നീ അത് സമ്മതിച്ചോ? നീ എന്നെ എത്രയാണ് ടെൻഷൻ എടുപ്പിക്കുന്ന വൃത്തിയായിട്ടോ. ടെൻഷൻ ഞാനല്ല, നീയാ എനിക്ക് തരുന്നത്. എന്നിട്ട് നീ അത്രയ്ക്ക് തോന്നിയാസവും വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കുന്നതിലും നല്ലത് സോറി പറഞ്ഞ് ഇറങ്ങി പോകുന്നതാ. അതുകൊണ്ട് കാണിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? എന്നാ എന്തിനാണ് എന്നെ തിരഞ്ഞോണ്ടിരുന്നേ? വീണ്ടും എന്നോട് സോറി പറഞ്ഞോ മോളെ? പറയാ വേഗം പറഞ്ഞോ. ഞാൻ എന്തിനാ നിന്നോട് സോറി പറയണം? ഞാൻ നിന്നെ അന്വേഷിച്ചത് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു.
ഇന്നലെ ഞാൻ നിന്നെ കണ്ടില്ലേ? അപ്പോ പ്രീത, നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. കിരൺ മോനെ, മോനെ ഡ്രൈവർ എവിടെ? ഒന്ന് ഫോൺ വിളിക്കൂ അയാളെ. നിങ്ങൾ എവിടെയെങ്കിലും പോവാണോ? ആ മോനെ, കുറച്ച് ജോലിയുണ്ട്, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. അതുവരെ നീ അതിഥികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനും വരാം നിങ്ങളുടെ കൂടെ. വേണ്ട മോനെ, അമ്മ പറഞ്ഞു കേട്ടില്ലേ? നീ റിലേറ്റീവ്സിനെ നോക്കിയാ മതി. ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ഓക്കെ, ഡ്രൈവർ പുറത്തുണ്ട്, കാറിന്റെ അടുത്ത്. ആ, ശരി, പോയിട്ട് വരാം ചേച്ചി. പോയിട്ട് വരാം. ഓ വാവ് യാർ, നല്ല ഭംഗിയുണ്ടല്ലേ. ആഹാ. ശരി, ഒരു കാര്യം പറയും. നിന്റെയും രോഹിത് നമ്പ്യാരുടെയും കല്യാണം എങ്ങനെയാ ഫിക്സ് ആയത്? പറയുന്നേ. അത് രോഹിത്തിന്റെ അമ്മായി ഉണ്ടല്ലോ, കവിത അമ്മായി. ആ അമ്മായിയും എന്റെ അമ്മയും ക്ലബിലെ ബെസ്റ്റ് ഫ്രണ്ട്സാ. കട്ട ചങ്കന്നൊക്കെ പറയില്ലേ, അതുപോലെ. അങ്ങനെ ഈ ബന്ധം ഉണ്ടായി. അതെ, ഞാനും നിന്റെ നല്ല ഫ്രണ്ട് അല്ലേ ഇത്രയും വർഷമായിട്ട്. അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ. നിന്റെ ആ രോഹിത്തിന്റെ അനിയനില്ലേ, അവനെ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തന്നേ പ്ലീസ്. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നീ തന്നെ ചെയ്യണം. അവന്റെ അടുത്ത് ചെല്ല്, ഒരു സ്വീറ്റ് ടോക്ക് നടത്ത്. പിന്നെ അവന് പുകഴ്ത്തല് വളരെ ഇഷ്ടമാണ്. മതി, അവനെ മാക്സിമം പുകഴ്ത്ത്. പശു പുല്ലിന്റെ പുറകെ വരുന്ന പോലെ അവൻ നിന്റെ പുറകെ വന്നോളും. പക്ഷെ അവനെ നീ പറയുന്ന പോലെയൊന്നും അല്ലടോ. ഞാൻ അവനോട് അവന്റെ നമ്പർ ചോദിച്ചതാ, പക്ഷെ അവൻ എനിക്ക് തന്നില്ല. ഞാൻ അവനോട് വളരെ സ്വീറ്റ് ആയിട്ടാ സംസാരിച്ചേ. പിന്നെ എന്റെ മുഖത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഐ ആം സോ ക്രേസി ഫോർ ഹിം. അവൻ നമ്പർ 1 ഫ്ലേർട്ടർ ആണെന്ന് പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ ആരോ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട്. ഐ ആം ഷുവർ യാർ. നടാഷ, ഒരു മിനിറ്റ്, എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഇവിടെ നിക്കുന്നേ. അതെ, ആ കിരണില്ലേ, അവൻ രാജേഷിനെ പോലെയല്ല. ആ രാജേഷ് ഉണ്ടല്ലോ, അവൻ ഫുൾ ടൈം എന്റെ പിന്നാലെയാ. അവന് എന്റെ നമ്പർ മാത്രമല്ല, എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ നമ്പരും കാണാപ്പാടാ. നടാഷ പ്ലീസ്, നിനക്ക് വേണ്ടി കളയാൻ എനിക്ക് സമയമില്ല. Excuse me, I will be right back. നീ ഇവിടെ വരാൻ എത്ര സമയം എടുത്തതെന്താ? പിന്നെ നീ ആ ജോലി തീർത്തോ? ആ ബേബി, ആ വാടക ഗുണ്ട കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. നീ നോക്കിക്കോ, ഇന്നിവിടെ ഒരു അടിപൊളി പൊടി പൂരം തന്നെ നടക്കും. നിനക്കറിയോ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? നിന്റെ പൃഥ്വി. Yeah. ഷെർലിൻ, കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം സോ സോറി. ഹിന്ദിക്ക് ഒരുപാട് ആശംസകൾ. കൺഗ്രാറ്റുലേഷൻസ്. പ്രീത, ഹായ്. അത് ഞാൻ ഷെർലിനോട് സംസാരിച്ചതിൽ നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ? നോക്ക്, എനിക്കറിയാം നിനക്ക് ഷെർലിനെ തീരെ ഇഷ്ടമല്ലെന്ന്. ബട്ട് ഞാൻ ജസ്റ്റ് ഫോർമാലിറ്റി തീർത്തതാ. ഇന്ന് അവരുടെ മെഹന്തിന്റെ ഫംഗ്ഷൻ അല്ലേ, സോ ഐ വാസ് ജസ്റ്റ് കൺഗ്രാറ്റുലേറ്റിംഗ് ഹർ, ദാറ്റ്സ് ഓൾ. നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നേ? ഞാനിതൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല. ഞാനിത് ആലോചിക്കുമായിരുന്നു, നിങ്ങൾ എന്താ വരാൻ ഇത്ര സമയം എടുക്കുന്നതെന്ന്. എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, എല്ലാവരും നമുക്ക് കാണാം. മഹേഷങ്ങളും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഹേയ് പ്രീത പറഞ്ഞത് ശരിയാ. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി, അതാ ലേറ്റായി പോയെ. എനിവേസ് ഞാൻ മഹേഷങ്ങളെ കണ്ടോളാം. ഓക്കെ. ആ മോനെ എത്ര ഹീറോസം വേണമെങ്കിലും കാണിക്കും, പക്ഷെ എത്രയും പെട്ടെന്ന് ഈ പാർട്ടിയിൽ ഒരു ഹീറോ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതാണ് പൃഥ്വി. എല്ലാ പെൺകുട്ടികളും എന്റെ പിന്നാലെ വരും, നിന്നെ ഇഗ്നോർ ചെയ്യും. ഇന്ന് ഞാൻ നിന്നെ ഹീറോയിൽ നിന്നും സീറോ ആക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ന് നീ തകർന്നടിയാൻ പോവുകയാണ്. വളരെ മോശമായിരിക്കും നിന്റെ അവസ്ഥ. അതിനുവേണ്ടി വളരെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ജഗ, ഇവന്റെ ഫോട്ടോ ശ്രദ്ധിച്ച് നോക്കിയോ? ഈ ഫോട്ടോ കാണിക്കാൻ എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇവനെ അടിച്ചില്ലാതാക്കണം. അവനെ അടിക്കണ അടിയിൽ അവൻ 2 കാലിൽ എഴുന്നേറ്റ് നടക്കരുത്. ഇവനെ അടിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ മനസ്സിൽ വിചാരിച്ച് തല്ലിക്കോ. നിങ്ങൾ അവനെ എത്ര അധികം തല്ലുന്നോ അത്രയധികം പണം നിങ്ങൾക്ക് കിട്ടും. അതിൽ ഞാൻ ഒരിക്കലും കണക്ക് നോക്കില്ല.
നീ തയ്യാറായിട്ടിരിക്കും മിസ്റ്റർ കിരൺ നമ്പ്യാർ. നിന്നെ ഇന്ന് തല്ലി ചതച്ചിട്ടില്ലെങ്കിൽ, ICUവിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് പൃഥ്വി എന്നല്ല. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. അച്ഛമ്മേ, എടാ പൊട്ട, നീ എന്തോർത്ത് നിൽക്കുക? ഷെർലിന്റെ മൈലാഞ്ചിടിയിൽ ചടങ്ങ് കഴിഞ്ഞു, അത് ഉണങ്ങി ചുവന്നു, ആ വന്ന ആൾക്കാരൊക്കെ പോകാനൊരുങ്ങുന്നു, ഭക്ഷണം വിളമ്പാനും തുടങ്ങി. അതൊക്കെ ശരി തന്നെ അച്ഛമ്മേ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്നോട് എന്തിനാ പറയുന്നേ? കഴുതേ, രാത്രി ഭയങ്കര വാചകോടിയായിരുന്നല്ലോ. എന്റർടൈനറിനെ വേറെ എങ്ങും അന്വേഷിക്കണ്ട, ഞാനുണ്ടല്ലോ. ഓ സോറി, ഞാൻ പോട്ടെ. ഏയ് നിക്ക്. പൃഥ്വിയെയും പ്രീതയെയും മറക്കരുത് അവരെ. ഓക്കെ, ശരി. ചെല്ല്. ഏയ് ചേട്ടാ, ഒരു മിനിറ്റ്. നിങ്ങൾ വേഗം ചെന്നിട്ടേ ആ മ്യൂസിക്കിന്റെ ആൾക്കാരൊക്കെ ഒന്ന് ഫോൺ ചെയ്യേ. മൈക്കങ്ങ് വരും. അറ്റൻഷൻ എവരിബഡി. ദേ ഇപ്പോ എന്റെ പ്രിയപ്പെട്ട അച്ഛമ്മ വന്ന് പറഞ്ഞു മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു, അതുപോലെ മൈലാഞ്ചി ചുവന്നു കഴിഞ്ഞു. പക്ഷേ ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ്, ഈ പാർട്ടിയിൽ ആവേശം നിറഞ്ഞ സ്നേഹത്തിന്റെ നിറം ഇനിയും ബാക്കിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കൂ. ഇപ്പോ മെഹന്തി കഴിഞ്ഞ ഷേർലിനും എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ രോഹിത് നമ്പ്യാർക്കും ഒരു വലിയ കൈയടി കൊടുക്കൂ. ഇനി ഇവർ ഈ ബോറിംഗ് പാർട്ടിയിൽ ഇവരുടെ ഡാൻസിന്റെ കഴിവ് കാണിക്കും. അപ്പോ തുടങ്ങാം. വാട്സ്ആപ്പ് ഗൈസ്. അയ്യോ ചേട്ടാ, നിങ്ങൾ ഈ കാത്തിരിക്കുന്ന ആരെയാണ്? ഇവിടെ വാ. എനിക്ക് വാ വന്നേ വാ. അങ്ങനെ തന്നെ വാ. ഇതാണ് ഇവിടെ ഇപ്പോ മെഹന്തി കഴിഞ്ഞ കപ്പിൾസ്. നല്ലൊരു കൈയ്യടി കൊടുക്ക. പിന്നെ നമ്മുടെ അടുത്ത കപ്പിൾ, ഈ അടുത്ത് മെഹന്തി നടക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രീതയും പൃഥ്വിയും എവിടെ പൃഥ്വി ചേട്ടാ? നിങ്ങളുടെ പ്രീതയെ വേഗം ഒന്ന് വിളിച്ചോണ്ട് വരുന്നേ. ബുദ്ധിയില്ലാത്ത കഴുത. ചേച്ചിയും പൃഥ്വിയെ എന്തിനാ ഒരുമിച്ച് ഡാൻസ് കളിപ്പിക്കുന്നേ? ഇവന്റെ മണ്ടത്തരത്തിന് ഒരു അവസാനവും ഇല്ലല്ലോ. എനിക്ക് വേണ്ട, ഞാൻ എഴുന്നേപ്പിച്ചോളാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. പതുക്കെ എഴുന്നേക്ക. അറിയോ? ഓക്കെ. ഇനി എത്ര വീഴാൻ കിടക്കുന്നു? അല്ലെങ്കിൽ താഴെയല്ലേ നിന്റെ സ്ഥാനം? ശ്രദ്ധിച്ചു നടക്കണ്ടേ? എന്താ ഓർമ്മ വന്നല്ലേ? ഐ മീൻ ദ മോസ്റ്റ് തരം താഴ്ന്ന മനുഷ്യൻ. നിന്റെ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോണ്ട് വറി, ഐ എം ഫൈൻ. ആഹാ, ആക്ട് ചെയ്യുമോനെ. എനിക്കറിയാം നിനക്ക് നല്ലോണം കിട്ടിയെന്ന്. അല്ലെങ്കിലും ഈ കിരൺ നമ്പ്യാരോട് കളിക്കാൻ നീ വളർന്നിട്ടില്ല എന്റെ പൊന്നു മോനെ. വരൂ പ്രീത. അല്ല, നീ പരുക്കം വെച്ച് എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നേ? ഐ മീൻ പൃഥ്വി വീണതല്ലേ, കാലിന് നല്ലോണം പെയിൻ കാണും പാവത്തിന്. ഇവനിപ്പോ പരിക്ക് പറ്റിയില്ലെന്ന് ആക്ട് ചെയ്താലും നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉഗ്ര വീഴ്ചയല്ലേ വീണത്. പക്ഷെ പാർട്ടിയല്ലേ, ഡാൻസ് എന്തായാലും വേണം. അതുകൊണ്ട് പൃഥ്വിക്ക് വേണ്ടി ഞാനായിരിക്കും ഡാൻസ് ചെയ്യുന്നേ. ഞാൻ ചെയ്യാവുന്നേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പാർട്ടി ആയതുകൊണ്ട് ഡാൻസ് കളിച്ചല്ലേ തീരൂ. എന്തായാലും പൃഥ്വിക്ക് കുറച്ച് പരിക്ക് പറ്റിയിരിക്കുക, വല്ലാണ്ടായിരിക്കുന്നു പാവം. ഇനി എങ്ങനെ ഡാൻസ് ചെയ്യുന്നേ? അതുകൊണ്ട് ആ ഡാൻസ് ഞാനായിരിക്കും ചെയ്യാ, അതും പ്രീതിയുമായിട്ട്. സമീർ, ആ ചേട്ടാ, പൃഥ്വി അവിടെ ഇരുത്തുമോനെ. ആ ചേട്ടാ വരൂ. നോ, ഐ വിൽ മാനേജ്. ഉറപ്പാണോ? യാ. ഓക്കെ. ഷാളായി. ലൈറ്റ്സ്.